കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ 21 ഫാസ്റ്റ് പ്രയറിന്റെ ഫസ്റ്റ് ദിവസം കർത്താവിന്റെ പാദപീഠത്തിങ്കൽ പ്രഭാതത്തിലായിരുവാൻ ദൈവത്തിന്റെ ആത്മാവിക്കുക. അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്ത് കർത്താവിന്റെ സ്തോത്രം. ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ വചനത്തിന് മുന്നിൽ നമുക്ക് അല്പസമയങ്ങൾ പ്രാർത്ഥനയോടെ, വളരെ ഒരുക്കത്തോടെ, പ്രാഗൽഭ്യത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ വിശേഷാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൃത്യമായി സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നിശ്ചയമായും മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ആ ദൈവശബ്ദത്തിന് മുന്നിൽ ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ച് അല്പസമയങ്ങൾ അന്യഭാഷകളോടെ അല്പസമയങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ കർത്താവെ പ്രാരംഭമായ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിന്റെ പേരും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി രാജനസ്യ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുന്ന് ഇടപെടുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾക്ക് ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. 1 കൊരിന്ത്യർക്കെഴുതിയല്ലേ 1-ാം അധ്യായം അതിന്റെ 18-ാം വേദം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കും ദൈവശക്തിയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കപ്പെട്ട വചനത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആ വചനം ഇങ്ങനെയാ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂശിന്റെ വചനം പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജ്ഞാനം അവനിൽ നിറയപ്പെട്ടു. ജ്ഞാനം മാത്രമല്ല, ദൈവശക്തി നിറയപ്പെട്ടു. ഈ 2 തലങ്ങളും അവന്റെ മേൽ നിറഞ്ഞാണ് പൗലോസ് തന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ചിലർക്ക് ഉപവസിക്കുവാനുള്ള ഒരു വരവുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിക്കും. ചിലർക്ക് ഉപവസിക്കാനൊന്നും പറ്റില്ല, അവർക്ക് കഴിയില്ല, ശാരീരിക പ്രയാസം. പക്ഷെ അവർ നല്ലൊരു പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്നാൽ ചിലരെ എടുത്തു നോക്കിയാൽ ഇത് രണ്ടും ഒന്നുമില്ല. സുവിശേഷം അവരെ കൊണ്ട് പറയാൻ സാധിക്കും. ഏതെങ്കിലും ഒരു കൃപാവരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പൗലോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ജ്ഞാനം അവന്റെ മേലുണ്ട്, ദൈവശക്തിയും അവന്റെ മേലുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വേണ്ടതായ 2 വശങ്ങളാണ് ജ്ഞാനവും ദൈവശക്തി. ഇന്ന് പ്രഭാതത്തിൽ നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ
ഒരു കാര്യം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചു വാങ്ങിച്ചോളാം. എനിക്ക് ദൈവിക ജ്ഞാനം മാത്രമല്ല വേണ്ടത്, ദൈവശക്തിയുടെ ഒരു ഉറവിടവും എന്റെ മേൽ നിഴലിടണം. എത്ര ദൈവമക്കൾ ഈ വചനം ഒന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വ. ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകപ്പെടുമ്പോൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നെല്ലിക്ക കഴിക്കുമ്പോൾ ആദ്യം ഇച്ചിരി കഴിക്കുമെങ്കിലും പിന്നത്തേതിൽ അതെന്തായിത്തീരും? മധുരമായി തീരും. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൽ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ അടി കിട്ടിയ ഒരു ജനത ഈ ഭൂമിയിലില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ജനത ഇസ്രായേൽ മക്കളുടെ കാര്യമാണ്. ഇതുപോലെ അടി കിട്ടിയ ജനത. കാരണം മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന കനാൻ ദേശത്ത് വന്നിട്ട് പോലും കനാൻ ദേശത്ത് ദൈവം അവരെ കൊണ്ടു നിർത്തി ഈ നിമിഷം വരെ നോക്കിക്കേ, എത്ര അടിയാ ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിച്ചു കിട്ടിയത്. ദൈവം അവരെ ശിക്ഷിക്കുക മാത്രമല്ല, ദൈവം അവരെ സ്നേഹിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ നാം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുകയും മറന്നു കളയുകയും ചെയ്യുക മാത്രമല്ല, ദൈവം നമ്മെ കരുതുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഉപവാസത്തിന്റെ പ്രാരംഭ നിമിഷത്തിൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ? എന്റെ ദൈവം എന്നെ മറന്നുപോയോ? ഞാൻ അനേക നാളുകളായി മോഷിക്കുന്നല്ലോ. ഞാൻ എന്റെ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ഇതുവരെ എനിക്കൊരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ദൈവമക്കൾ ഭാരപ്പെട്ട് ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്നൊക്കെ ചിന്താകുലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറി വരുമ്പോൾ ഒന്നോർത്തുകൊള്ളുക, യോനയെ മറന്നു കളയാത്തൊരു ദൈവം ഇന്ന് പകലും ഈ പ്രഭാതത്തിലും നിന്നെയും മറന്നു കളയത്തില്ലെന്ന് ഉറപ്പുള്ള ഹൃദയത്തോടെ അവൻ ആ ശബ്ദമുയർത്തി, ഇരു കരങ്ങളും ഉയർത്തി ചേർന്ന് ദൈവത്തോട് പറയണം, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാഗൽഭ്യവും നിശ്ചയദാർഢ്യവുമുണ്ടെങ്കിൽ നിശ്ചയമായും നിന്നെ തകർക്കാൻ പദ്ധതിയിടുന്ന, ആലോചനയിടുന്ന ദേശത്തിന്റെ നിവിട്ടേച്ചു വന്ന ഇരുട്ടിന്റെ പാരമ്പര്യ ജാതീയ ശക്തികളുടെ ദുരാത്മ മേഖലകൾ നിന്റെ ഉറപ്പ് കാണുമ്പോൾ, നിന്റെ വിശ്വാസം കാണുമ്പോൾ, അവൻ നിന്റെ വിശ്വാസത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ അവൻ ലക്ഷിക്കാൻ പോകുക. ഇന്ന് പകൽ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, ഞങ്ങളും അതുതന്നെ സംസാരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എന്താണോ ഭാരപ്പെട്ടിരിക്കുന്നത്, എന്തിനാണോ പ്രാർത്ഥിക്കുന്നത്, എന്തിനാണോ ഞരങ്ങുന്നത്, എന്തിനാണോ നിലവിളിക്കുന്നത്, അധൈര്യപ്പെട്ടു പോകില്ല. പരിശുദ്ധാത്മ പറയുന്നു, എന്റെ നാവിൽ വിശ്വാസത്തിന്റെ ആത്മശക്തിയാൽ നിറയപ്പെട്ടിരിക്കുന്നത്. ഓ റസി ഹന്തന റഗക്ഷാധനഘടകസി. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം എന്തായി എന്നോട് കൽപ്പിച്ചത്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയായി വ്യാപരിക്കപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതം മുതൽ ഒരു ദൈവശക്തി വ്യാപരിക്കപ്പെടുന്ന ഒരു തലം നിങ്ങളുടെ ഒറ്റ തീരുമാനത്തിന് മുന്നിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് അത് ഇന്ന് പ്രഭാതം മുതൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോകുകയാ. ഒരു കാര്യം ഉറപ്പാ, നീ കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിന്റെ പ്രവൃത്തി അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിന്റെ നിയോഗത്തിന്റെ മുന്നിൽ വിധേയപ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൂതഗണങ്ങളെ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന്
പ്രഭാതത്തിൽ വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് കാണാൻ തയ്യാറാകുന്നെങ്കിൽ നീ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി അപ്പന്റെ ദൂതഗണങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഐക്യപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ ഇരു കരങ്ങളും ഉയർത്തിയൊന്ന് ദൈവത്തിന് ചേർന്ന് മഹത്വം കൊടുക്കാം. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, യേശുവിനെ ആമേൻ ക്രൂശിക്കാൻ ആമേൻ പിടിക്കപ്പെടുകയും യേശു ക്രിസ്തുവിനെ ആമേൻ നിന്ദിച്ച് പരിഹസിച്ച് എത്രത്തോളം വേദനപ്പെടുത്താമോ തന്റെ ക്രൂശിൽ അവൻ വേദനപ്പെട്ട് അവൻ നമ്മൾക്ക് വേണ്ടി ആമേൻ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് അവൻ ആമേൻ ക്രൂശിൽ മരിച്ച് യോസഫ് എന്ന ധനികനായ ഒരുവൻ യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയും എന്നാൽ യേശുവിന്റെ ശരീരത്തെ അടക്കുവാൻ ആമേൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ച് അവന്റെ ശരീരത്തെ ഏറ്റുവാങ്ങി അവൻ താൻ വെട്ടിയ പുത്തൻ കല്ലറയ്ക്കകത്ത് യേശുവിനെ നിർമ്മല പൊതിഞ്ഞ് യേശുവിനെ അടക്കം ചെയ്ത് ആ കല്ലറയുടെ വാതിലിൽ വലിയൊരു കല്ലുരുട്ടി നീക്കി വെച്ച് അവനവന്റെ വഴിക്ക് പോയി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാ. നോക്കിക്കേ, ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ യേശു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, അവൻ ഞങ്ങളുടെ മഷിക എന്നൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ജനത, ആ ജനതയുടെ നടുവിൽ നിന്ന് മറ്റലക്കാരത്തി മറിയയും മറ്റേ മറിയയും യേശുവിനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയൊന്ന് കാണുവാൻ കടന്നു വരുന്നൊരു സന്ദർഭം വിശുദ്ധ വേദപുസ്തകത്തിൽ വൃത്തികാൽ സുവിശേഷ തലങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, പരിശുദ്ധാത്മാ പറയുന്നു, അവന്റെ കല്ലറയൊന്ന് കണ്ടാ മതി, അവനെ അടക്കം ചെയ്ത സ്ഥലമൊന്ന് കണ്ടാ മതി. വളരെ വ്യസനത്തോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ, ആമെ വ്യാകുലതയോടെ കടന്നു വരുന്ന രണ്ട് സഹോദരിമാരെ പരിശുദ്ധാത്മാവിടെ കാണിക്കുകയാ. എന്നാൽ ഇന്ന് പകൽ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എത്രത്തോളം വേദനപ്പെട്ട് നീ ദൈവത്തെ ഒന്ന് കാണുവാൻ, ദൈവപ്രവൃത്തി ഒന്ന് അറിയുവാൻ, ദൈവസാന്നിധ്യം ഒന്ന് രുചിക്കാൻ ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്നോ. നീ കടന്നു വന്ന നിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ നീ പോലും ചിന്തിക്കാത്ത ചില തലങ്ങളിൽ എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ. മദ്ദലക്കാരത്തി മറിയയ്ക്കും മറ്റേ മറിയയ്ക്കും അപ്പന്റെ ദൂതഗണങ്ങൾ വെളിപ്പെട്ട് അമ്മ ഭയപ്പെടേണ്ട എന്ന് കൽപ്പിച്ചവൻ, ആമെ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന ആമെ നോക്കിക്ക് ഒരു സംഭാഷണവും നടത്താതെ ദൂതൻ തൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ഇവരോട് പ്രസന്റ് ചെയ്യണമെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഓർത്തുകൊള്ളുക, ഭയപ്പെടേണ്ട എന്നരുളി ചെയ്യുന്ന ഒരു നിത്യനായ ദൈവത്തിന്റെ കരം ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ ആ കരങ്ങളെ തട്ടി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ഭയപ്പെട്ടു പോകണ്ട, നീ ഭയപ്പെട്ടു പോകണ്ട, നീ ഭയപ്പെട്ടു പോകണ്ട. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അയച്ചിട്ടുണ്ട്. ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയും, എന്നാൽ അവൻ ഇവിടെ. സഹോദരങ്ങളെ, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വചനം, ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനിൽ കൂടെ ലഭ്യമായ ദൈവത്തിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇതൊരു പോഷത്വമാണെങ്കിൽ, നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം കരങ്ങൾ ഉയർത്തി ഇന്ന് ഈ പ്രഭാതത്തിൽ പറയണം, ഞാൻ കരങ്ങൾ എടുത്തിരിക്കുന്ന ഈ വചനം അത് ദൈവശക്തിയാ. ആ ശക്തി, ഈ വചനം എൻ്റെ ജീവിതത്തിലേക്ക് ബ്ലെസ്സിങ് ആയി, ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയായി ഈ വചനത്തിന്റെ തലങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രസന്റ് ആകാൻ പോവാ.
എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു ദൈവശബ്ദം കേൾക്കാൻ ആ നിലകളിലുള്ള ശുശ്രൂഷകളുള്ള അവരുടെ അടുക്കലേക്ക് നാം പോകാറുണ്ട്. എഗസ്കേലിനോട് പറയപ്പെട്ടതുപോലെ നീ പ്രവചിക്കാൻ തയ്യാറാകുക. എന്താ പ്രവചിക്കേണ്ടത്? യഹോവയുടെ വചനം. മറ്റൊന്നുമല്ല പ്രവചിക്കാൻ പറയുന്നത്, യഹോവയുടെ വചനം. നിങ്ങളുടെ ഭവനത്തിലിരുന്ന്, ജോലി മേഖലകളിലിരുന്ന്, ആയിരിക്കുന്ന രാജ്യത്തിലിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എന്താണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തെ നോക്കി നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വചനം ഉയർത്തി ഒന്ന് പറയാൻ പോവാ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട് ഉണ്ടാകുകയില്ല. ഒന്ന് ശബ്ദം ഉയർത്തി പറ, യഹോവ എൻ്റെ ഇടയനാകും. ദുഷ്ടപിശാചത് കേൾക്കണം, ദുഷ്ടപിശാചത് കേൾക്കണം. നിന്റെ നാശം കൊയ്യാൻ നീ കരയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആമേ, ഇരുട്ടിന്റെ മേഖലകൾ അത് കാണണം. ആമേൻ, അത് കേൾക്കണം. എന്താ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഉറപ്പോടെ പറയേണ്ടത്? യഹോവ എൻ്റെ ഇടയനാ, എനിക്ക് എന്തുണ്ടാകത്തില്ല? മുട്ട് ഉണ്ടാകത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ ആ വചനം നീ ഉയർത്തുമ്പോൾ തോൽക്കുന്ന ഒരു മേഖലയുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ എന്താ വചനം ഒന്നൊന്നുകൂടെ ദൈവാത്മ പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ ഉയരാൻ പോകുന്നത് യഹോവയുടെ വചനമാണ്. ആമേൻ. ആ യഹോവയുടെ വചനം ഒരു ദൈവശക്തിയായി ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ഐക്യപ്പെടാൻ പോവാ. അതുകൊണ്ട് സഹോദരങ്ങൾ, അധൈര്യപ്പെടരുത്. ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കരുത്. മാനുഷികമായി നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാൻ ഇന്ന് പ്രഭാതത്തിൽ ആരും വന്നിട്ടില്ല. എന്നാൽ നിങ്ങളെ അനുഗ്രഹിപ്പാൻ യോഗ്യമായ ഒരു പ്രമാണം നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ചറിയുന്നു, യഗസ്കേലിനെ തൊടാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രകാശമുള്ളൊരു മേഘം വന്ന് തന്റെ അരിമ ശിഷ്യന്മാരെ അവരുടെ മേൽ പതിയപ്പെട്ട, അവരുടെ മേൽ ആ നിഴല് വീണ, ഇവൻ എന്റെ പ്രിയപുത്രനാ, ഇവന് ചെവി കൊടുപ്പിനെന്ന ആ ശബ്ദം പുറപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെയും ആ വചനത്തിന്റെ ശക്തി ഒന്ന് മൂടാൻ പോവാ. ഒരു ദൈവപൈതന്റെ നിലനിൽപ്പ് ദൈവത്തിന്റെ വചനമാ. ഒരു കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ റൂട്ട് ദൈവത്തിന്റെ വചനമാ. ആ വചനം വിട്ട് ഒരു പരിപാടിക്കും നാം നിൽക്കരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിച്ച കാര്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകും. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുക്കാം, 6-ാം അധ്യായം, അതിന്റെ 14-ാം വേദഭാഗം. വചനം പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒന്നെടുത്ത് പേന ബുക്കുകളുള്ളവർ അത് എഴുതി വെക്കുകയും ചെയ്യുക. 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അല്ലാതെ പ്രശംസിക്കുവാൻ ഇട വരും. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വളരെ ലളിതമായ എന്നാൽ ആഴമുള്ള ഒരു വേദമാണ്. എന്താ സഹോദരങ്ങളെ അവിടെ വായിച്ചത്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇട വരരുത്. ഞാൻ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജോലി ഒന്നുമില്ല, പെട്ടെന്ന് ഒരാൾക്ക് ഒരു ജോലി കിട്ടി. പിന്നീട് മറ്റുള്ളവർ പറയുന്നത് നല്ല ജോലിയാ, എന്റെ കുഞ്ഞ് അവിടെ കിടന്ന് എന്ത് ചെയ്യുന്നുണ്ട്?
കഷ്ടപ്പെടുന്നു. എൻ്റെ അച്ഛൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായതൊക്കെ. പലരുടെയും വായിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയാണോ നാം അഭിസംബോധന ചെയ്യുന്നത്? ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ലൈഫിൽ ഇല്ല. നാം ഈ പ്രഭാതത്തിലെ ഈ മീറ്റിംഗിന്റെ പ്രാരംഭ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ ദൈവം തന്ന ആരോഗ്യമല്ലാതെ ഈ പ്രഭാതത്തിൽ ഒന്നുമില്ല. പലരും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ വേസ്റ്റായ, ഒന്നിനും കൊള്ളാതിരിക്കുന്ന നമ്മളെ ദൈവം ഈ പ്രഭാതത്തിൽ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ, എനിക്കൊന്ന് ദൈവസന്നിധിയിൽ പ്രശംസിക്കാനുണ്ടെങ്കിൽ മറ്റൊന്നുമില്ല, ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ. ആ കൃപ അനുഭവിച്ചവർ ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ പ്രഭാതത്തിൽ ആമേൻ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നെങ്കിൽ ആമേൻ വിശുദ്ധ കരങ്ങളും ഹൃദയങ്ങളും ഉയർത്തി ദൈവത്തോട് നന്ദി പറഞ്ഞോണം. ദൈവമല്ലാതെ എന്നെ നിർത്തുന്നത് മറ്റാരുമല്ല, ദൈവം മാത്രമാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അത് നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ എനിക്കത് അനുഗ്രഹമാണ്, എനിക്കത് നന്മയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ ഇതിന്റെ മധ്യത്തിൽ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനിടയായി തീരും. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇട വരരുക. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രശംസയുള്ളത്, നമുക്ക് ഉയർച്ചയുള്ളത് ക്രൂശിൽ മാത്രമാണ്. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ഒരു കാര്യം ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിച്ചേ, അനേകം തലങ്ങൾ, വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് വളർത്തപ്പെട്ട അവരുടെ നല്ലതായ സേവനങ്ങൾ നമ്മുടെ ലോകത്തിന്, നമ്മുടെ രാജ്യത്തിന് നല്ല സേവനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, അനേകം മഹാന്മാർ ജനിച്ചു വളർത്തപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യം. നോക്കിക്കേ, അനേകം മഹാന്മാരുടെ പേരുകൾ നമുക്കറിയാം. ഈ മഹാന്മാരൊക്കെ എന്ത് ചെയ്തു? അവരുടേതായ പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ അവർ വീരമൃത്യു മരിച്ചവരുണ്ട്, തനിയെ വാർദ്ധക്യ സഹജമായി മരിച്ചവരുണ്ട്. ഇവരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ പലരെയും നമുക്ക് വലിയ ഇഷ്ടമാണ്, അവരുടെ ആദർശങ്ങൾ ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്, അല്ലേ? പക്ഷെ അവരൊക്കെ മരിച്ചു, അവരൊക്കെ മൺമറഞ്ഞു പോയി. ആ മൺമറഞ്ഞു പോയവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ അവരെ ഇന്നും ദൈവമായി കരുതുന്നവരുണ്ട്. പക്ഷെ നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശേഷാൽ ദൈവപുത്രൻ എന്ന് അംഗീകരിക്കുകയും അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് ഉറപ്പിച്ച് അവനിൽ വിധേയപ്പെടുവാൻ ഇടയായി തീരുന്നതിന്റെ ഒരു പ്രധാന ഘടകം എന്താണെന്നറിയാമോ? അവൻ മരിച്ചു കാൽവറിയിൽ എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ആ മരണം കൊണ്ട് യേശു എന്ന് പറയുന്ന ഒരുവൻ ആ മരണം കൊണ്ട് പോയെന്നല്ല, ആ മരണത്തെ ജയിച്ച് അവന്റെ വിഷമുള്ളുകളെ തകർത്ത് കളഞ്ഞ് എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ യേശുവിനെ, ഈ ദൈവത്തെ, ഈ ദൈവപുത്രനെ ആരാധിക്കാനുള്ള അവൻ ഏറ്റവും പ്രധാന ഘടകം എന്നുള്ളത് അവൻ മരണത്തെ ജയിച്ച് അവൻ എനിക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കട്ടെ, എനിക്ക് വേണ്ടി ഒരു ഉയർത്തെഴുന്നേറ്റു വന്ന ഒരു യേശു ക്രിസ്തുവിനെ. അവൻ ഉയർത്തെഴുന്നേൽക്കുക മാത്രമാണോ? അല്ല, ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവപുത്രനായ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ അതരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞോണം. അനേകം മഹാത്മാന്മാർ, വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയുടെ മൺതലങ്ങളിലേക്ക് മറയപ്പെട്ടപ്പോൾ മറയപ്പെടാതെ എന്നോട് പറഞ്ഞ വാഴ്ത്തത്വ നിമിത്തം, എന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നോട് ചില കൽപ്പനകൾ നൽകി മേഘങ്ങളാൽ കരയേറിപ്പോയി ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഓർത്തുകൊള്ളുക, നശിച്ചു പോകുന്നവർക്ക് ഈ വചനം ഒരു
പക്ഷത്വമാ, ഈ വചനം ഒരു പരാജയമാ. എന്നാൽ എന്റെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുന്ന എനിക്കിത് അനുഗ്രഹമാ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി അവൻ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി, നിങ്ങളുടെ ഭവനത്തെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി ഒന്ന് വിശ്വാസത്താൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ആ വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ച് എന്റെ ഭവനത്തിന് ഈ വചനം ഒരു അനുഗ്രഹമാ, എന്റെ തലമുറയ്ക്ക് ഈ വചനം ഒരു അനുഗ്രഹമാ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈ വീട്ടിന്റെ അകത്തിരുന്ന് ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എനിക്ക് പ്രശംസിക്കുവാൻ മറ്റൊന്നുമില്ല. ഈ കൂടാരം എനിക്ക് തന്നത് യഹോവയുടെ വൻകൃപയാ. ഈ നന്മ എനിക്ക് തന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാ. അതുകൊണ്ട് പ്രശംസിക്കുവാൻ എനിക്ക് മറ്റൊന്നുമില്ല, നിഗളത്തിന്റെ വാക്കുകൾ പറയാൻ എനിക്ക് മറ്റൊന്നുമില്ല. ദൈവത്തിന്റെ കൃപയാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് ആമേൻ ഉറപ്പോടും ധൈര്യത്തോടും ദൈവജനം പറയാൻ തയ്യാറാകുന്നെങ്കിൽ, സഹോദരങ്ങളെ, നിന്റെ വാക്കിന്റെ മുന്നിൽ സന്തോഷിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. അമേൻ. പലപ്പോഴും ദൈവമക്കളെ വീഴ്ത്തിക്കളയുന്ന, അമേൻ, ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ജേടുകളാ ഈ തലങ്ങൾ. ഏതാ? എന്റെ കഴിവാണ്, എന്റെ ആരോഗ്യമാണ്, എന്റെ വിദ്യാഭ്യാസം, എന്റെ അധ്വാനമാണ്. ആ വാക്കുകളൊക്കെ സത്യത്തിൽ ലളിതമായ വാക്കാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വിജയമെടുക്കുന്ന ഒരു പൈശാചിക മേഖല. നാം വളരെ ശ്രദ്ധിച്ചു, വളരെ ശ്രദ്ധയോടുകൂടെ വേണം ദൈവവചനത്തിന് മുന്നിൽ ഓരോ നിമിഷവുമായിരിക്കാൻ. അതുകൊണ്ട് എഫേസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിൽ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെടുക്കുക. അതിന്റെ 16-ാം വേദഭാഗത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എഫേസ്യർ 2:16 ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. എത്ര പേര് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ക്രൂശിന്മേൽ വെച്ച് എന്തില്ലാതാക്കി? ശത്രുത്വം ഇല്ലാതാക്കി. നോക്കിക്കേ, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. ശ്രദ്ധിക്കണം, അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യത്തിന്റെ ഫസ്റ്റ് പോയിന്റ്സ് ആണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് പഠിപ്പിക്കുന്നത്. ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. വളരെ ലളിതമായ ഒരു കാര്യമാണ്. ദൈവമക്കൾ ആ വേദഭാഗം പഠിക്കുമ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കി, അല്ലേ? യേശു തന്റെ കരം തൊട്ട് അനേകരെ വിടുവിച്ചു. യേശു തന്റെ വാക്കുകൾ കൊണ്ട് അനേകർക്ക് മാറ്റങ്ങൾ വരുത്തി, അനേകർക്ക് വിടുതലുകൾ ലഭിച്ചു. എന്നാൽ വചനം പഠിക്കുന്നവർ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ പ്രഭാതം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് അറിയുമെങ്കിൽ ക്രൂശ് എന്ന സബ്ജക്റ്റ് ഒഴിവാക്കിക്കൂടാഞ്ഞു. ഒരു മുള്ളു കൊണ്ടാൽ സത്യത്തിൽ നമ്മൾ ആ ഇരിക്കുന്ന ഇടം ഇളക്കി മറിക്കും, അല്ലേ? കയ്യിലൊരു മുള്ളു കൊണ്ടാൽ അത്രയ്ക്ക് വേദനയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു അവന്റെ പുറം ഉഴവു ചാല് പോലെ നമുക്ക് വേണ്ടി കീറപ്പെട്ടു. ആ കീറപ്പെട്ട ശരീരഭാഗങ്ങളിൽ കൂടെ അവന്റെ പുണ്യാഹ രക്തം നമ്മൾക്ക് വേണ്ടി തളിക്കപ്പെട്ടു. എന്തിനാ യേശു ഈ വേദനയല്ല സഹിച്ചേ? പ്രത്യേകിച്ച് അമ്മമാർക്കറിയാം, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ കൈയൊന്ന് മുറിഞ്ഞാൽ അമ്മമാരുടെ വേദനയും പ്രയാസങ്ങളും അറിയാം. പിതാക്കന്മാരെ, നിങ്ങളുടെ കൈകാലുകൾക്കൊന്ന് മുറിയുമ്പോൾ അതിന്റെ പരിവേഷവും അതിന്റെ ബുദ്ധിമുട്ടും നല്ലതുപോലെ അറിയാം. അങ്ങനെയെങ്കിൽ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോണം. ഉഴവുചാല് പോലെ അവന്റെ പുറകിൽ ചാട്ടവാറിന്റെ അടിയാൽ. ഈ അടി മാത്രമാണോ?
നിന്ദിച്ചു പലര്, അവനെ തുപ്പി ചിലര്, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി. ഇന്ന് പകൽ ഓർത്തോ, നിന്റെ ഹൃദയത്തിലും നിന്റെ പ്രാർത്ഥനാ മേഖലകളിലും ഇതുപോലെ മുറിപ്പെടുത്തുന്ന ചില വാക്കുകൾ കടന്നു വരുന്നുണ്ട്. നിന്നെ നിരാശപ്പെടുത്തി കളയുന്ന വാക്കുകൾ കൊണ്ട് നിന്നെ തകർത്തു കളയുന്ന ചില വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി നിന്നെ അനുഭവിച്ച, നിനക്ക് വേണ്ടി വേദന അനുഭവിച്ച, നിനക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ച ഒരു ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മഹാത്മ്യം ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞ് ഈ ഉപവാസത്തിന്റെ പ്രാരംഭ നിമിഷങ്ങൾ മുതൽ ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഓർത്തോ, നിനക്ക് വേണ്ടി വേദന അനുഭവിച്ച, നിനക്ക് വേണ്ടി ആമേൻ വേദന അനുഭവിച്ച ഒരു ദൈവപുത്രനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നമ്മളുടെ മേൽ വ്യാപരിക്കപ്പെടുമ്പോൾ ക്രൂശിന്മേൽ പുത്രനില്ലാതാക്കിയത് പൈശാചിക മേഖലകളുടെ ആദ്യ പത്യ തലങ്ങളെയാ. ഇന്ന് പ്രഭാതത്തിൽ ആ കരമുയർത്തി പ്രാർത്ഥിച്ചോ. ഏതനിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത പൈശാചിക ആധിപത്യത്തിന്റെ അടിസ്ഥാന മേഖലകൾ നോക്കിക്കേ. പൈശാചിക പദ്ധതികളുടെ ആധിപത്യത്തിന്റെ അടിസ്ഥാന മേഖലകൾ യേശുവിന്റെ ക്രൂശീകരണം പ്രത്യേകിച്ച് മരണം തടയാൻ പിശാച് നോക്കി. കാരണം യേശു മരിച്ചു കഴിഞ്ഞാൽ പിശാചിനറിയാം ഇവന്റെ അടിസ്ഥാനം ഇളകിയാണ്. ഇവൻ മരിച്ചു പോവുകയല്ല, ഇവൻ മരണത്തെ ജയിക്കുമെന്ന് യേശു തന്റെ പരസ്യ ശുശ്രൂഷകൾ പറഞ്ഞു. 3-ാം നാൾ ഈ മന്ദിരത്തെ എന്ത് ചെയ്യും? 3-ാം നാൾ പണിയും, ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ആ മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരും ചിലര് പീലാത്തോസിന് അടുക്കച്ചെന്ന് പറഞ്ഞത്, യേശു കല്ലറയ്ക്കകത്ത് കിടക്കുക, അവരെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുക. ചിലരെ പീലാത്തോസിന് അടുക്കപ്പച്ചെന്ന് പറഞ്ഞു, ആ ചതിയൻ ജീവനോട് ഇന്നപ്പം ചിലത് കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഉയർത്തു വരാതിരിക്കാൻ ചിലരെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടതാ, ആ കല്ലറയൊന്ന് ഉറപ്പുവരുത്തണം. മനസ്സോട് പീലാത്തോസ് ഉത്തരവിട്ടു. ചില പടയാളികളെ വിട്ടുകൊടുത്തു. ആ കല്ലറയുടെ മുന്നിൽ കല്ലുരുട്ടി നീക്കി വെച്ചിട്ടുണ്ട്. ആ കല്ലറയുടെ മുന്നിൽ എന്ത് ചെയ്തു? റോമൻ ഭരണകൂടത്തിന് മുദ്ര വെച്ച് ഇവനെ ഒരിക്കലും ഉയർത്തു വരരുത്. നോക്കിക്കേ, നീ ഒരിക്കലും ഉയർന്നു വരരുത്. ആരാഗ്രഹിക്കുന്നുണ്ട്? ഇരുട്ടിന്റെ ശക്തി. നിന്റെ തലമുറ ഒരിക്കലും ഉയർന്നു വരരുത്. രേഖകൾ കൊണ്ട് വിധിയെഴുതി നിന്റെ ജീവിതത്തെ മുദ്രയിട്ട് നിൽക്കുമ്പോൾ വിശ്വാസത്താൽ ഇന്ന് പ്രാർത്ഥിച്ചോണം. എന്റെ യേശു, എന്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ മീറ്റിംഗിന്റെ നടുവിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ ആത്മനിയോഗത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. നോ, ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. നോ, ഞാൻ ആ മതിൽ ചാടിക്കിടക്കുക തന്നെ ചെയ്യും. നോ, നിന്റെ പദ്ധതികൾക്ക് ഞാൻ വിധേയപ്പെടില്ല. നോ, ദൈവം നൽകപ്പെട്ടെന്ന തലമുറകളെ നിനക്ക് ഫലം കൊയ്യാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അത് എന്റെ തീരുമാനമാണ്. എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം എന്ന് എന്റെ മാതാപിതാക്കളായിരിക്കുന്ന എന്റെ തീരുമാനത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങിയാൽ അവിടെ മുതൽ ചേഞ്ച് തലമുറകളുടെ മേൽ വ്യാപരിക്കും. ദൈവാത്മാവെ, ദൈവാത്മജനമേ, ആ വേദഭാഗത്തിലേക്ക് ഞാൻ ഓടി വരാൻ സമയം എന്റെ മുന്നിൽ ഇങ്ങനെ ഓടിപ്പോവുക. എന്താ? ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ഈ ജഡത്തിന്റെ ഫലങ്ങൾ അറിയാമോ ദൈവമക്കൾക്ക്? ജഡത്തിന്റെ ഫലം എന്തൊക്കെയാ? ജഡത്തിന്റെ ഫലം നിങ്ങളിലുള്ളതെന്ന് പറഞ്ഞ്, ജഡത്തിന്റെ ഫലങ്ങൾ നിങ്ങളിലുള്ളത്. ആ ധൈര്യത്തോട് പറ. എന്തായാലും ഉപവാസമല്ലേ, ഒരു ക്രമീകരണമൊക്കെ പ്രാപിച്ചു വേണം നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ. ജഡത്തിന്റെ ഫലങ്ങൾ നിങ്ങളിലുള്ളത്. മൈക്കൊന്നും ഓൺ ചെയ്യില്ല, നിങ്ങൾ ഇരുന്നങ്ങ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കേൾക്കും. ജഡത്തിന്റെ ഫലം കോപ്പിയൊന്നും അടിക്കരുത്. നിങ്ങളിലുള്ളത് സത്യസന്ധമായി എന്ന് പറഞ്ഞു. എന്തൊക്കെയാ? പകയുണ്ട്, അല്ലെ? പിണക്കമുണ്ട്. ഞാൻ വിഷമിപ്പിക്കുന്നില്ല നിങ്ങളെ. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ളത് കണ്ടോ, അതിനെല്ലാവരും വാ തുറക്കുന്നുണ്ട്. അതാ അതിൻ്റെ അകത്തെ രസം. ഒരാത്മാവിന്റെ ഫലം സ്നേഹം. ഓക്കെ, ഗുഡ്, നല്ല കാര്യം. അതിനെങ്കിലും വാ തുറന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദമൊന്നും ദൈവത്തെ ശ്രദ്ധിക്കുക. ക്രൂശിൽ വെച്ച് ശത്രുത്വം. ആ വേറെ നോക്കിക്കേ, ക്രൂശിൽ വെച്ച് ശത്രുത്വം, ശത്രു, വൈരാഗ്യം. ഇതെപ്പോഴാ വന്നേ? ഇതെവിടാ? ദൈവമക്കൾ എവിടെയെങ്കിലും ചിന്തിച്ചു എവിടെയാ ശത്രുത്വം ആരംഭിച്ചു? അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ വായിച്ചു പോകല്ല, ആ വാക്കുകളൊക്കെ ഒന്ന് ധ്യാനിക്കണം. ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കിയെന്ന. ക്രൂശിൽ വെച്ച് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നോ? ഒന്ന് ദൈവമക്കൾ വചനം പഠിക്കുന്നവർ ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് ദൈവം തന്ന ആ ഒരു വലിയ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചേ, വലിയ ചിന്തയിൽ. വേറെ പ്ലാൻസുകളൊന്നും ദൈവത്തിനില്ലായിരുന്നു. എന്തെങ്കിലും പോം വഴികൾ, ഈ ക്രൂശ് ഒഴിവാക്കിക്കൊണ്ട് എന്തെങ്കിലും. കാരണം ക്രൂശ് എന്നുള്ള വേദനയാ, കഷ്ടതയാ, കണ്ണുനീരാ. അവിടെ ബ്ലഡ് ഒഴുകിയിട്ടുണ്ട്, അവിടെ പുറം അല്ലെങ്കിൽ ശരീരം കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒഴിവാക്കും. കാരണം നമ്മൾ എളുപ്പ വഴി കണ്ടുപിടിക്കുന്നവരാ കൂടുതൽ, അല്ലെ? ഒരു വഴിക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഗൂഗിൾ മാപ്പിൽ എന്ത് ചെയ്യും? എളുപ്പ വഴി നോക്കി കണ്ടുപിടിക്കുന്നവരാ. എന്തായിരിക്കും എളുപ്പ വഴി? ദൈവത്തിന് വേറെ ഒരു പ്ലാനും ഇല്ലായിരുന്നു ഈ ശത്രുത്വം ഇല്ലാതാക്കാൻ. അത് ക്രൂശിൽ കൊണ്ടുവന്ന ശത്രുത്വം ഇല്ലാതാക്കും. എന്നാൽ ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞ പോലെ, ദൈവത്തിന്റെ വാക്കിനല്ലേ സകലം സൃഷ്ടിക്കപ്പെട്ടു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായില്ലേ? ഉണ്ടായില്ലേ? ഉണ്ടായി. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഈ ശത്രുത്വം എവിടെ സ്റ്റാർട്ടപ്പ് ആയോ ആ ദൈവത്തിന് അതിനെ തകർത്ത് കളയാൻ കഴിയില്ലേ? ഇത്രത്തോളം കാലങ്ങൾ, കാലഘട്ടങ്ങൾ കഴിയണോ ഈ ക്രൂശിൽ കൊണ്ടുവന്ന പുത്രനെ തകർത്ത് കളയണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഭാഗമൊക്കെ? എന്തുകൊണ്ടായിരിക്കാം? നമുക്കറിയാം, നല്ലൊരു തോട്ടം കർത്താവ് ഉണ്ടാക്കി, പിതാവായി ദൈവം. ഏതാണെന്നറിയാമോ ആ തോട്ടം? ഏതം തോട്ടം. ഈ തോട്ടത്തിൽ രണ്ട് വെറ്റിച്ചങ്ങളെ ദൈവമാക്കി വെച്ചിരുന്നു. ആരൊക്കെയത്? ഒന്ന് വാ തുറന്നേ. പോട്ടെ, നിങ്ങൾക്ക് ഇനി അതറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു രണ്ട് പ്രധാനപ്പെട്ട അച്ചായനും അമ്മാമ്മയുണ്ട്. ആരൊക്കെയത്? നിങ്ങളുടെ പേര് തന്നെ പറഞ്ഞോ. ആ, അത് തന്നെ. ഏതോ തോട്ടത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ ദൈവം, ആദാമും ഹവ്വയും. ഈ തോട്ടത്തിലാക്കി വെച്ചപ്പോൾ ഇവരോട് ദൈവം പറയപ്പെട്ട ഒരൊറ്റ ദൂതുണ്ട്, വളരെ ശ്രദ്ധേയമാണ്. തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. ഒറ്റ വാക്കി പറഞ്ഞാൽ, പോകരുത്, നോക്കരുത്, അതിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് അവർ ചെയ്തു. ആ ഒരു പ്രകൃതമായി ഇന്നും നമ്മുടെ മേലും പലപ്പോഴും വ്യാപരിക്കും. സത്യല്ലേ? ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത്, ദൈവം നോക്കരുത് എന്ന് പറയുന്നത്, ദൈവം പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചെയ്യത്തുള്ളൂ. അത് അനുസരണക്കേടിന്റെ ആത്മാവാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചെയ്യരുത് എന്ന് പിതാവായ ദൈവം പറഞ്ഞത് അവർ ചെയ്തു. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. ചെയ്തു കഴിഞ്ഞപ്പോൾ ഒറ്റ വാക്കിന്റെ മുന്നിലാണ് അവർ വീണുപോയത്. നിങ്ങൾ ദൈവത്തെ പോലെ ആകും. സത്യത്തിൽ അന്നും ഇന്നും നാവാ പ്രശ്നം. സത്യത്തിൽ അന്നും ഇന്നും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാവാ. സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാവാ. നിന്റെ ജോലിയിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാവാ. അതുകൊണ്ട് ഈ നാവിനെ സ്റ്റോപ്പ് ചെയ്യാനാ ദൈവത്തിന്റെ അഗ്നിജാല പോലെ ഇറങ്ങി വന്ന
അവരുടെ നാവിന്മേൽ അവരുടെ കാവിന്റെ കെട്ടുകളെ പൊട്ടിച്ചു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടിരിക്കുന്ന ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്റെ നാവിനൊരു അധികാരമുണ്ട്. ഈ നാവ് ചലിപ്പിച്ച് ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായും ഈ നാവിൽ നിന്ന് പുറപ്പെടുന്നത് അനുഗ്രഹത്തിന്റെ വാക്കുകളാ. ആമേൻ. ഈ നാവിൽ നിന്ന് പുറപ്പെടുന്നത് അഭിഷേകത്തിന്റെ വാക്കുകൾ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ശ്രദ്ധിച്ചേ, ഞാൻ ആ വേദഭാഗത്തിലേക്ക് ഓടി വരാം. അവിടെ ഈ നാവ് കൊണ്ട് പാമ്പ് അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ആഗ്രഹത്തിന് മുന്നിൽ, ആ വാക്കിന് മുന്നിൽ അത് പക്ഷിച്ച് ഓൺ ദ സ്പോട്ടിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവ തേജസ് നാൽ നിറയപ്പെട്ടിരിക്കുന്ന അവരിൽ നിന്ന് ദൈവ തേജസ് മാറിപ്പോകുന്നു. നോക്കിക്കേ, വസ്ത്രമില്ല, ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ട, ആവരണം ചെയ്യപ്പെട്ട ഒരു ആദിമ കാലഘട്ടം. ആമേ. നോക്കിക്കേ, അങ്ങനെയെങ്കിൽ ആ പാപം ചെയ്തത് മൂലം അവരിൽ നിന്ന് ആര് പോയി? ദൈവ തേജസ് മാറിപ്പോയി. തമ്മിൽ അവർക്ക് നാണം തോന്നിച്ചു. നോക്കിക്കേ, പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ എവിടെയൊക്കെയോ ആ ഒരു ബ്ലഡിന്റെ സ്വഭാവം, ആ ഒരു വൈരാഗ്യം, ആ ഒരു ദേഷ്യം വന്നെത്തി നിന്നത് ഒരു കൊലയിലാണ്, ഒരു രക്തച്ചൊരിച്ചിലില്ല. അന്ന് തുടങ്ങിയ ശത്രുത്വം ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രൂശിന്മേൽ വെച്ച് പാമ്പിന്റെ തലയെ തകർത്ത ആ ദൈവശക്തിയുടെ അധികാരത്തിന്റെ മേഖല. നോക്കിക്കേ, ആ കാലഘട്ടം കഴിഞ്ഞ് ദൈവം തന്റെ ജനത്തെ പല പ്രവാചകന്മാരാൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടു ഈ ജനം അനുസരണമുള്ള തലമുറയായി തീർന്നു. ഈ ജനത്തോടുകൂടെ ദൈവം വസിക്കാൻ ആഗ്രഹിച്ചു. ദൈവം മരുഭൂമിയിൽ സമാഗമന കൂടാരം എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നു. ആ സമാഗമന കൂടാരം എന്ന പ്രോജക്റ്റ് ദൈവം മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് പോലും ഈ ദൈവത്തിന്റെ പാദപിടത്തിങ്കൽ ഈ ജനം അനുസരണമുള്ളവരായിരുന്നില്ല. അവിടെയും അവരെന്ത് ചെയ്തു? തെറ്റിയൊഴിഞ്ഞു. അവിടെയും അവരെന്ത് ചെയ്തു? ഓടിമറഞ്ഞു. ഇന്ന് പകൽ ഓർത്തോ, ദൈവം നമുക്ക് നൽകുന്ന പല അവസരങ്ങളും നമ്മൾ തക്കതായി കണ്ട് അതിനെ പ്രയോഗിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ തലമുറകൾ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് നിമിത്തം സമാഗമന കൂടാരം എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് പോലും ഈ ജനത്തിന്റെ മേൽ ഉള്ള അനുസരണക്കേടിന്റെ ആത്മാവ് നിമിത്തം പിതാവായ ദൈവം പദ്ധതിയിട്ടു, ഇനി മാനുഷികമായി ഈ ഭൂമിയിലേക്ക് ഈ ജനതയെ വീണ്ടെടുക്കാൻ ഒരു പദ്ധതി ഞാൻ ചെയ്യുന്നില്ല. ഇനി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി ചെല്ലാൻ പോവാ. ഞാൻ തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവാ. ഞാൻ തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ തന്നെ ഒരു യാഗമായി തീരാൻ പോവാ. ഇന്ന് പകൽ പ്രഭാതത്തിൽ ഓർത്തോണം, എനിക്ക് വേണ്ടി യാഗമായി തീർന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്. ഓ, രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി മറുവിലയായി തീർന്ന ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നോക്കിക്കേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധയാത്മാവ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത് നിമിത്തം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമായി തീർപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ നോക്കിക്കേ, സ്റ്റാർട്ടപ്പ് ചെയ്ത ഈ കാലഘട്ടം വരെയും ജനത്തെ അപഹരിച്ചു കൊണ്ടുപോയിരുന്ന ഇരുട്ടിന്റെ ആ പൈശാചിക ശത്രുത്വത്തെ
ക്രൂശിന്മേൽ വെച്ച് പുത്രനായ ക്രിസ്തു അതിനെ എന്നേക്കും തകർത്ത് കളയാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഓർത്ത് ദൈവസന്നതിൽ പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നുണ്ട്? എന്റെ വിഷയത്തിന്റെ മേലും ചിലതിനെ തകർത്തു കളയുന്ന ഒരു ക്രൂശിന്റെ വചനം. യെസ്, അഥന റബക്ഷന്തനെ വിഗനഗഡഗസി. ഈ പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ ദൈവജനം ഒന്ന് ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ക്രൂശിന്റെ വചനം എന്റെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ക്രൂശിന്റെ വചനം എന്റെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ഈ ഭൂലോകത്തിന്റെ സകല ജീവിതങ്ങളുടെ പാപങ്ങളെ കഴുകുക. തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മൾക്ക് വേണ്ടി യാഗമായി, നമുക്ക് വേണ്ടി ദാനമായി ഈ ഭൂമിയിലേക്ക് അയച്ച് കാൽവറിയിൽ അവൻ എനിക്ക് വേണ്ടി ക്രൂശന്മേൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കി അവൻ എനിക്ക് വേണ്ടി മരിക്കപ്പെടാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ഓർത്തുകൊള്ളണം. ജെസ്സി ബാബുവിനോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, ഈ പ്രഭാതത്തിൽ നിനക്ക് മാതാവേ ജീവിതത്തിന്റെ ആഴങ്ങളിൽ ചലിക്കപ്പെടുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ തലമുണ്ട്. ഈ പ്രഭാതത്തിൽ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ക്രൂശിൽ വെച്ച് ശത്രുത്വം എന്ന് വന്ന ശത്രുത്വമാണ്. ഇന്നലകളിൽ തലമുറകളിൽ സ്റ്റാർട്ട് ചെയ്ത ശത്രുത്വമല്ല. ആരംഭ നിമിഷം മുതൽ വൈശാചിക മേഖലകൾ തന്റെ ജനത്തെ മുറുകെ പിടിച്ച് ദൈവകൃപയെ അനുഭവിപ്പാതെ മുന്നോട്ട് 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 കൊണ്ടുപോയ തലങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാ ആ ശത്രുത്വം ഇല്ലാതാക്കിയതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് ഇന്ന് പകൽ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കട്ടെ ഒരു ദൈവിക ചലനത്തിന്റെ ആഴങ്ങൾ ഈ ദിവസങ്ങളിൽ ഭവനത്തിന്റെ അകത്ത്, തലമുറയ്ക്കകത്ത് എന്റെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരം ചലിക്കപ്പെടുന്നത് കണ്ടുകൊള്ളുവാൻ ആത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അരവസി ഹംദന രഗനഗഡഗസി എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് പ്രഭാതത്തിൽ ശത്രുത്വം ഇല്ലാതാക്കിയ ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ് നാം ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നത്. അതുകൊണ്ട് അരസി ഹംദന പരിശുദ്ധാത്മാവ് മാതാവിനോട് പറയുന്നു, യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം അകത്തളങ്ങളിലേക്ക് കയറി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ചലിക്കാത്തതിനെ ദൈവാത്മാവ് തലമുറയുടെ മേൽ ചലിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധയാത്മാവ് വ്യക്തമായി വചനത്തിന്റെ വെളിപ്പാട് വിളിച്ചു പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വേഗം മടങ്ങി വരട്ടെ സഹോദരങ്ങളെ. എന്താ ദൈവത്തിന്റെ വചനം നമ്മളോട് ചിന്തിച്ചത്? ക്രൂശിന്മേൽ വെച്ച് എന്താക്കി തീർത്തു? ശത്രുത്വം ഇല്ലാതാക്കി തീർത്തു. നോക്കിക്കേ, ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ചേർത്ത്. നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ചേർത്ത് നിർത്തുക. എഗസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം. ദൈവത്തിന്റെ ജനമായിരുന്നു, അവർ പാപം ചെയ്തു. പാപത്തിന്റെ ഫലം മരണം. ആ മരണം ഇവരെ ഈ താഴ്വരയിൽ എന്ത് ചെയ്തു? തകർത്തു കളഞ്ഞു. തകർത്തു കളഞ്ഞത് നിമിത്തം, ഇവർ മരണത്തിന് വിധേയപ്പെട്ടത് നിമിത്തം ഈ താഴ്വര അവരെന്ത് ചെയ്തിരിക്കുക? അസ്ഥിക്കൂട്ടങ്ങളായി കിടക്കുക. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ച്, നമ്മളായിരുന്നെങ്കിൽ അത് മറന്നു കളഞ്ഞു അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മറന്നേക്കുന്നു. പലർക്കും വാക്ക് കൊടുത്തിട്ടില്ലേ? തരാന്ന് പറഞ്ഞിട്ടില്ലേ? ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുപോട്ടെ, ഈ ആണ്ടർ യോഗത്തിന് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങളൊക്കെ എടുക്കും. ഞാൻ ഈ വർഷം ഇന്നതാകും ഒരു തീരുമാനമൊക്കെ. വാസ്തവത്തിൽ എവിടെയെങ്കിലും അതിന് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന് മറന്നു കളയാമായിരുന്നില്ലേ ആ ഒരു സമൂഹത്തെ, ജനത്തെ? നിശ്ചയമായും മറന്നു കളയാം. എന്തിനാ പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേലിനെ അവിടെ കൊണ്ടുവന്നേ? എന്തിനാ താഴ്വരയിൽ കൊണ്ടുവന്ന് വചനം പ്രവചിക്കാൻ പറഞ്ഞു? വേറൊന്നുമല്ല പ്രവചിക്കാൻ പറഞ്ഞു, വചനം. അവിടാണ് ആ അധികാരിത. എന്തിനാ അവരെ ദൈവം എഴുന്നേൽപ്പിച്ചത്? എന്തിനാ അവരെ വലിയൊരു സൈന്യമാക്കി ദൈവം അവിടെ നിർത്തിയത്? ഒരു കാര്യം ഉറപ്പാ, ദൈവം മറന്നു കളയുന്നവനല്ല. വിശുദ്ധ കരം ഉയർത്തുന്നു, പ്രാർത്ഥിച്ചോ. എന്റെ ദൈവം
എന്നെ മറന്നു കളയുന്നവനല്ല. എന്റെ ദൈവം എന്നെ മറന്നു കളയില്ല. എന്നെ മറന്നു കളയില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ടല്ല, നിന്റെ കണ്ണുനീര് ദൈവം കാണാത്തത് കൊണ്ടല്ല. ഉപവസിച്ചിട്ടും നിനക്ക് മറുപടി ലഭിക്കാത്തത് നിന്നെ മറന്നു കളഞ്ഞത് കൊണ്ടല്ല. ആ ദൈവ സാന്നിധ്യം അറിയുന്നവർ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? എന്നെ മറന്നു കളഞ്ഞത് കൊണ്ടല്ല, തക്ക സമയത്ത് നിന്നെ ഉയർത്താം. യേശുവിന്റെ അധികാരം എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവ് മറന്നു കളഞ്ഞത് കൊണ്ടല്ല, തക്ക സമയത്ത് നിന്നെ ഉയർത്താം. എത്ര പേർക്കൊന്ന് താഴാൻ തയ്യാറാണ്? താണിരിക്കാൻ തയ്യാറാണ്? തക്ക സമയത്ത് നിന്നെ ഉയർത്താം. തക്കതായ സമയം. ഓ താങ്കിലോ. തക്കതായ സമയം. തക്കതായ സമയം. നോക്കിക്കേ, തക്കതായ സമയം. 38 വർഷം, 1-2 വർഷമല്ല, 38 വർഷം ഒരു സാധു മനുഷ്യൻ കിടന്ന് പ്രയാസം അനുഭവിക്കുന്നു, വേദനപ്പെടുന്നു. 1-2 ദിവസമല്ല മരിച്ചിട്ട് കിടക്കുന്നത്, 4 ദിവസമായി. ഒരാൾ ഡെത്തായി കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ അവസ്ഥ മണിക്കൂറുകൾ കൊണ്ട് ചേഞ്ച് ആവും. എന്നിട്ട് 4 ദിവസമായി. നിങ്ങൾ ആ ഒന്ന് മനസ്സിലേക്ക് ആ വിഷയം കൊണ്ടുവരണം. അതിനുവേണ്ടി ഇതെല്ലാം ലളിതമായി പറയുന്നത്. 4 ദിവസമായി. ആ ബോഡിയുടെ അവസ്ഥ നിങ്ങൾ ആ സഹോദരങ്ങൾക്ക് അറിയാം. 38 വർഷമായി. ആരെങ്കിലും ഒരു സഹായിക്കുമോ? കഴിഞ്ഞ ചില 10 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെ കിട്ടിയിട്ടില്ല. 5 വർഷമായി. മാതാപിതാക്കളെ വർഷങ്ങളായി കാത്തിരിക്കുക, ഇതുവരെ കിട്ടില്ല. നോക്കിയേ, ഓൺ ടൈമിന് പ്രാധാന്യം. ഓൺ ദ ടൈം. യേശുവിനെ ക്രൂശിച്ചു, യോസഫ് അവനെ നിർമ്മലശിലയിൽ പൊതിഞ്ഞ് അടക്കം ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ യേശുവിനെ ഉയർക്കാം. ഉയർക്കാമോ? യെസ്, ഉയർക്കാം. ആ ടൈം പ്രാധാന്യം. ആ ടൈമിന് പുറകിൽ ഒരു പ്രവചന ശബ്ദം. 3-ാം നാൾ. ഓ, ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ, എന്നോടൊരു പ്രവചന ശബ്ദമുണ്ട്. എന്റെ മേൽ ഒരു പ്രോമിസ് വേർഡ്. മനുഷ്യന്റെ കൈയല്ല, ഞാൻ എന്റെ കൈ വെച്ച് കാണിക്കുന്ന ദൈവത്തിന്റെ കരം, ഭുജം നിന്നെ തൊടുന്ന ഒരു ടൈം. യെസ്, പൊട്ടക്കണത്തിലിട്ടപ്പോൾ ആ ടൈം വെളിപ്പെട്ടില്ല. വെളിപ്പെട്ടോ? സഹോദരങ്ങൾ വെറുതെ കച്ചവടക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു. അത് വിറ്റ് കാശ് മേടിച്ചു. എന്നിട്ട് അവർ പുട്ടടിച്ചു. പരീക്ഷണ വസ്തുവായി കൊട്ടാരത്തിൽ പോയി. അവിടെയും ടൈം വെളിപ്പെട്ടില്ല. ടൈം വെളിപ്പെട്ടത് എപ്പോഴാ? ഇന്ന് ഒരു പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ഒരു 3-ാം നാൾ നിനക്കു വേണ്ടി ഒരു ഉയർപ്പ് കർത്താവ് വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നീ അനുഭവിക്കുന്ന ചില നിന്ദയുടെ ഫലം വലിച്ചു കീറട്ടെ എന്ന് വെച്ച രാജാവ് ഓർഡർ ഇട്ടത് സിംഹക്കുട്ടിയുടെ ചിന്ത പോയി, സകലതും പോയി. എന്താ പ്ലാൻ? ഉറക്കം കൊടുത്തില്ല ദൈവം. പക്ഷെ അവൻ ഉറങ്ങി കൂട്ടിക്കിടന്നു. ഒരാമയും പറയാമോ? ആമയും പറയാമോ? അവൻ ഉറങ്ങി അവിടെ കിടന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ദാനിയേൽ ശരിക്കും അന്തസ്സോടെ സന്തോഷത്തോടെ ഉറങ്ങുന്നത് സിംഹക്കുട്ടി കിടന്നായിരിക്കും. പക്ഷെ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ദൈവം അങ്ങോട്ട് തിരിച്ചു വെച്ചു. നീ അനുഭവിക്കേണ്ടത് തിന്മ നിനക്ക് വിരോധമായി നിന്നവന്റെ മേൽ തിരിച്ചു വെച്ചു.
ഒരാമയും പറഞ്ഞതിനൊന്ന് ബ്ലസ് ചെയ്യുക. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോണം. നിനക്കുള്ള പ്രതിസന്ധി ദൈവാത്മ തിരിച്ചൊക്കാൻ പോവാം. അത് ശത്രുവിന്റെ കരങ്ങളിലേക്ക് ദൈവാത്മ മടക്കി കൊടുക്കാൻ പോവാം. ക്രൂശ ദൈവത്തിന്റെ വാചകമാണ് നമ്മുടെ വിഷയം. ദൈവാത്മനെ തിരിച്ചു വെക്കാം. തിരിച്ചു വെക്കാം. അവന് ഉറക്കം വന്നില്ല. ചില സഹോദരങ്ങളെ വെട്ടി കൊണ്ടുവന്നിട്ട് പോലും അവന് ഉറക്കം വന്നില്ല. അവന് പറ്റുന്നില്ല ഉറങ്ങാൻ. പ്രഭാതത്തിൽ ഓടിപ്പിടിച്ച് വേദനപ്പെട്ടു വരിക. പറയുന്ന പേട് സത്യമാണ്. രാജാവേ, നീ ദീർഘായുസോടിരിക്കണം. ഇന്ന് പകൽ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നീ നശിക്കണം, നീ തകരണം, നിന്റെ തലമുറ മുട്ടിയണം എന്നാഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നീ ഒരനുഗ്രഹം. നീ ഒരനുഗ്രഹമായി. ദൈവത്തിന്റെ വചനം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ക്രൂശിൽ ശത്രുത്വം ഇല്ലാതാക്കിയവൻ ഇന്ന് പ്രഭാതത്തിൽ ഓൺ ദ ടൈമിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാം. പരിശുദ്ധാത്മാ സാന്നിധ്യം അറിയുന്നവർ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തു. ഓൺ ദ ടൈം, ഈ സമയം ദൈവാത്മാവിനെ എഴുന്നേൽപ്പിക്കുന്നു. യശാഖേ മനാറന്തുനി അസധാ രഗനഗടകസി രിഗന്ധന അശ്വതേ രിഗനഗടകസി. ആമേ, ചില തലമുറകളുടെ മേൽ ചില തലങ്ങൾ വെളിപ്പെട്ടു. ദേശീയ ഇലക്ഷനോട് പരിശുദ്ധാത്മാ പറയുന്നു, അസധേ രിഗനഗടക ക്ഷാധേരസി. ദൈവപ്രവർത്തിക്ക് വേണ്ടി കണ്ണു തുറന്ന് കാത്തിരിക്കുക. ദൈവാത്മാവിന്റെ ശക്തമായൊരിടപെടൽ തലമുറയ്ക്കകത്ത്, മമ്മി എനിക്കത് അനുഗ്രഹമായി എന്ന് പറയാൻ ദൈവം ചില ചലനങ്ങൾ ടൈമിൽ ചെയ്യാൻ പോവാം. ടൈമിൽ പരിശുദ്ധങ്ങൾ ചെയ്യാൻ പോവാം. അധൈര്യപ്പെട്ടു പോകല്ലേ മാതാവ്. ജീർണിച്ച ശരീരത്തെ ജീവനുള്ള ശരീരമാക്കി എന്റെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. പക്ഷേ ദൈവാത്മാ പറയുന്നു, തലമുറ സ്വന്തമായി ലഭിക്കത്തില്ലെന്ന് പറയുന്നു. നോട്ട് ചെയ്യുന്ന പരിശുദ്ധാത്മാ ഭൗതിക മേഖലയുടെ ഒരു വിഷയം ദൈവാത്മാ അത് പുറത്തു കൊണ്ടുവരാൻ പോവാം. ആത്മാവിൽ മാതാവ് പ്രാർത്ഥിക്കട്ടെ. ഈ പകൽ ദൈവാത്മാവിന്റെ ടൈമിലേക്ക് അടുത്തു വരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം, വേഗത്തിൽ പോകുന്നു, വചനത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. 2:8 ഫിലിപ്പിയർ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവൻ ആയിട്ട്. ദൈവമക്കൾ, ആ വേദഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വേദഭാഗത്തെ ഒന്ന് നോക്കണം. മൊബൈലിൽ നോക്കുന്നതിനെക്കാട്ടിലും ബെറ്ററായ വേദഭാഗത്തിലേക്ക് നോക്കിക്കുക. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം. മരണം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കും അല്ലെ? അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. മരണത്തോളം, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം. എവിടെയുള്ള മരണമാണ്? ക്രൂസിലെ മരണത്തോളം. ആ ഒരു വാക്കിന്റെ അകത്ത് എന്ത് ആഴം മറിഞ്ഞു കിടക്കും. എന്തായാലും മരിക്കുന്ന ഉറപ്പാ. എന്തായാലും ഇവന്മാരെന്നെ വെച്ചോണ്ടിരിക്കില്ല, ഇവന്മാരെന്നെ കൊന്നുകളയും. യേശു പറയാ, ആ മരണം എവിടെയാ? ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ എന്ത് ചെയ്തു? അങ്ങ് താഴ്ത്തി കൊടുത്തു. നിങ്ങൾ എന്ത് വേണേലും എന്നെ ചെയ്തോ, ഒന്നിനും ഞാൻ പ്രതികരിക്കാൻ എന്ത് ചെയ്യത്തില്ല, വരുത്തില്ല. യേശുവിന്റെ കൈ പിടിച്ചു, കാലുകൾ പിടിച്ചു, ആണികളിൽ തറയ്ക്കപ്പെട്ടപ്പോഴും
അവന് പ്രതികരിക്കാം, വാക്കുകൾ കൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്യാം. യേശു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ വിശ്വസിക്കുന്നു ദൂതഗണങ്ങൾ അവിടെ വന്ന് ഒരു യുദ്ധക്കളമാക്കും. മിണ്ടിയില്ല, വാ തുറന്നില്ല, മൗനമായിരുന്നു. നിന്നെ നോക്കി ചിലരെ ചില വാക്കുകൾ പറയുമ്പോൾ സഹോദരങ്ങളെ പ്രതികരിക്കില്ല. നീ ചെയ്യാത്ത തെറ്റിന് നിനക്ക് മേൽ അപവാദം അഴിച്ചു വിടുമ്പോൾ നീ പ്രതികരിക്കരുത്. യേശു എങ്ങനെ താഴ്ത്തിയോ സമർപ്പിക്കപ്പെട്ടോ അതുപോലെ നാമും ഈ ദിവസങ്ങളിൽ ആ ക്രൂശിന്റെ മുന്നിൽ വിനയപ്പെടാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം വരുന്ന സെക്ഷനുകളിലെല്ലാം ദൈവവചനം നാം കേൾക്കും. സഹോദരങ്ങളെ, എത്രത്തോളം നീ വിനയപ്പെടുന്നോ, സമർപ്പിക്കപ്പെടുന്നു, അവിടെയെല്ലാം ദൈവാത്മാവിനെ ഉയർത്തുവാൻ ഇടയായിട്ട് ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുമ്പോൾ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഒരാമയും പറയാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം എവിടെ വെപ്പിച്ചു? നോക്കിക്കേ, ആമേ ക്രൂശിൽ. അവരുടെ മേൽ ശത്രുത്വത്തിന്റെ ആധികാര മേഖലയായിരുന്നു വാഴ്ച. സകല അധികാരങ്ങളെ എവിടെ മുട്ടുമടക്കിപ്പിച്ചു? ക്രൂശിൽ മുട്ടുമടക്കിച്ചു. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇന്നൊരു പ്രഭാതത്തിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? നീ ചില വിഷയത്തിന്റെ മേൽ ചവിട്ടാൻ ഷാറാനാസ് നിന്മേൽ ഒരു ജയോത്സവം തരാൻ ഡോക്ടർ റീന ഫിലിപ്പിനോട് പരിശുദ്ധാത്മാവ് അങ്ങനെയാ പറയുന്നത്. ചില വാക്കുകൾ കേട്ട് നിരാശപ്പെടേണ്ട. ദൈവാത്മാവ് പറയുന്നു, ചിലതിന്റെ മേൽ ചവിട്ടി അതിന് മേൽ ജയോത്സവം കൊണ്ടാടാൻ. ഷീറാസി ബിജുവിനോട് ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് ചില ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ദാസി ഒരുങ്ങപ്പെടട്ടെ. ഫെബ ജോൺ, പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നത്. ചില വാഴ്ചകളുടെ മേൽ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ആത്മശക്തിയോടെ ആ ദൈവകൃപ പ്രാപിച്ചെടുക്കാൻ ഒരുക്കപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മ പിന്നെയും വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് തരികയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം കൂടെ വായ്പ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ, യേശുവിടെ ക്രൂശില ശത്രുത്വം സകല വാഴ്ചകളെയും സകല അധികാരങ്ങളെയും തന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ചവിട്ടി അവൻ ജയോത്സവത്തോടെ അവനെ എഴുന്നേൽക്കപ്പെടുമ്പോൾ സഭയോട്, നമ്മോട്, എന്നോട് പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഒരാമയും പറയാൻ എത്ര പേരുടെ വാതുറന്നു? ക്രൂശിനെ എന്ത് ചെയ്തു? അവൻ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത്. നമ്മളെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ നമ്മൾ വെറുതെ വിടുവോ? നിങ്ങളുടെ മനസാക്ഷിയോടും ചോദിച്ചേ. വാക്കുകൊണ്ട് യാഥാർത്ഥ്യമായ ഒരു കല്ലുകൊണ്ട് എന്നെ എറിഞ്ഞ നമ്മൾ ആ വ്യക്തിയെ വെറുതെ വിടുവോ? നമ്മുടെ സ്വഭാവം അനുസരിച്ച് അവരെ വെറുതെ വിടാറില്ല, അല്ലേ? സ്തേഫാനോസിനെ ഒന്ന് നോക്കിയേ, എത്ര കല്ല് അവന്റെ മേൽ വന്ന് വീഴുന്നേ. ആ കല്ല് വീഴുമ്പോഴൊക്കെ അവന്റെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? മുറിഞ്ഞ് അതിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് വരിക.
അവനറിയാം താൻ മരിക്കാൻ പോവാ, താനൊരു രക്തസാക്ഷിയാൻ പോവാ, ഇനി രക്ഷയൊന്നുമില്ല. നോക്കിക്കേ, ക്രൂശ് എന്ന വിഷയം അവൻ ഉയർത്തി, യേശു ക്രിസ്തുവിനെ അവൻ ഉയർത്തി. അവിടെ അപമാന തലങ്ങളിൽ അവൻ ഉയർന്നു വന്നു. ശ്രദ്ധിച്ചോ, അവന്റെ മേൽ വിരോധ തലങ്ങൾ ഉയർന്നു വന്നു, അവന്റെ മേൽ അപമാനം അഴിച്ചു വിട്ടു. ആ അപമാനം കല്ലായി അവന്റെ മേൽ വന്ന് പതിച്ചു. പക്ഷേ അവന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു. തിരിച്ചറിയുന്ന ദൈവമക്കളൊന്ന് സ്വതന്ത്രം ചെയ്യാൻ തയ്യാറാണ്. അവന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു. അതേതാ വാതിൽ എന്നറിയാമോ? സ്വർഗസിംഹാസനത്തിന്റെ വാതിൽ. സ്വർഗം അവന്റെ മുന്നിൽ ഇറങ്ങി വന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ പുത്രൻ യേശു ക്രിസ്തു നിൽക്കുന്നത് അവൻ കണ്ടു. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? നിന്റെ മേൽ വരുന്ന പ്രതികൂലങ്ങളെ കണ്ട സ്വർഗം എന്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് ആമേൻ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണുകളെ അടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റസി ഹബ്ദന റബക്ഷേ റിഗനഗനഗസി എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷം നമുക്ക് ദൈവശക്തി വിജോയ് ജന്മോ കാശ്മീർ ഹാബ് ആ സഹോദരനോട് പരിശുദ്ധാത്മാ മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവനോട് അങ്ങനെ കർത്താവിന്റെ കൽപ്പന ഉയർത്തേണ്ടവൻ ഉയർത്തുക തന്നെ ചെയ്യണം. ഈ ദിവസങ്ങളിൽ അധൈര്യപ്പെട്ടു പോന്ന അസനെ ഈ ധൈര്യത്തോടെ ദൈവകരങ്ങളിൽ ഈ ദിവസങ്ങളിൽ അടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിന്നിൽ വിശേഷമായ കൃപകൾ അധികാരങ്ങളും ദൈവാത്മാവിനെ എഴുന്നേൽപ്പിക്കും. പ്രാർത്ഥനാമുറയ്ക്കകത്ത് കരയുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവിന്റെ നീതി എന്നിൽ വെളിപ്പെടുത്തുന്നു. ആത്മാവ് തെളിവായി പറയും. യേശുവിന്റെ രക്തം ചെറിയ എന്റെ ഫോണിൽ ഫസ്റ്റായി വരുന്ന ഇമേജുകളോടാണ് ഇത് ദൈവാത്മാവിന് പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ രക്തം ചെറിയ എന്ന് പറയുന്ന ആ പിതാവിനോട് കരഞ്ഞ് കണ്ണുകലങ്ങിയ ഒന്നുമില്ലാതിരുന്ന വേദനപ്പെട്ട് നിരാശപ്പെട്ട ആമേൻ 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 എങ്ങനെ മുന്നോട്ട് നീങ്ങും ചിന്തിച്ച ഒരു ടൈം പിതാവെ പരിശുദ്ധാത്മാവ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ വേദനപ്പെടുന്ന ചില തലങ്ങളുടെ മുന്നിൽ പരിശുദ്ധാത്മാവ് നിധിയോടെ ചില തലങ്ങളിൽ മറുപടികളെ പ്രസന്റ് ചെയ്യുന്ന ചില തലങ്ങൾ കൺമുന്നിൽ ദൈവം അത് ചെയ്യാൻ പോവാം. യെസ്, അതരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവാത്മാവ് അത് പ്രസന്റ് ചെയ്യുന്നതായി പരിശുദ്ധാത്മാവ് പറയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്താൽ ദിവസങ്ങളിൽ അപ്പന്റെ കരങ്ങളിലേക്ക് നോക്കട്ടെ എന്ന് ദൈവാത്മാവ് ആലോചന പറഞ്ഞു. ഷാധാറാസി പ്രാർത്ഥനയുടെ ഏത് തലങ്ങളിൽ ചങ്ങലകളിൽ ദിവസങ്ങളിൽ മുറുകെ പിടിച്ച് മുന്നോട്ടോടാൻ തയ്യാറാകട്ടെ എന്ന് ആത്മാവ് ദൂത് പറയും. ഷാറാസെ ഹംദന ആഷാധേ റിഗനഗനഗമന ജോർജ് വർഗീസ് ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കും, നദാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഷേഹാസ് കരഞ്ഞ് കണ്ണുനീര് വറ്റിപ്പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് പറയും. രാമേസേഹാത്ത് തലമുറയ്ക്ക് വേണ്ടി കരയുന്നു, ചില വിഷയങ്ങൾക്ക് വേണ്ടി വ്യാകുലപ്പെട്ട് വ്യസനപ്പെടുന്ന ഹറഷി ഹത്തന ചില അനുഭവങ്ങൾ ആമൻ വെല്ലുവിളികൾ ആമൻ ജീവിതത്തിൽ ഉയർന്നു വന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു അധൈര്യപ്പെട്ടു പോകണ്ട. ദൈവത്താൽ കരുതിയതിനെ ദൈവം തന്നു മാനിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കും. ആ തലങ്ങൾ അവൻ വെളിപ്പെട്ടു വരാൻ കാത്തിരിക്കട്ടെ എന്ന് ആത്മാവ് ദൂത് പറയുക. ഗ്രേസി എബ്രഹാം അഷാധേനിസി ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ രഥത്തെ ജയമെടുത്ത് പ്രാർത്ഥിക്കും. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. മാതാവേ പിതാവേ ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് പറയുക. അറസി ഹത്തുനെ തികക്ഷാധനകന ഞരങ്ങി കുറുമ്പ്രാവ് ഞരങ്ങുന്നത് ഞരങ്ങി ഓരോ ദിവസം മുന്നോട്ട് പോകും. ആ ഞരക്കത്തിന്റെ ഉത്തരം നൽകാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അധൈര്യപ്പെടല്, ഭാരപ്പെടരുത്, വ്യസനപ്പെടരുത്. ദൈവത്താൽ ചില മറുപടികൾ ജീവിതത്തിന്റെ മേൽ ഭൗതിക തലങ്ങളുടെ മേൽ കർത്താവ് ഒരുക്കി
മാതാപിതാക്കളെ, നിങ്ങളെ കരുതുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. എങ്കിലും വളരെ ഞെരുക്കം നിങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് വിടാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുത്തുന്ന ചില തലങ്ങൾ ഭവനാങ്കണത്തിന്റെ ഉള്ളറകളിലുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കട്ടെ, പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ജയ സജി USA ആ മാതാവിനോട് പരിശുദ്ധയാത്മാവ് വ്യക്തമായി ഓർപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാ. ക്രൂശിന്റെ വചനം അതൊരു വിടുതലായി വ്യാപരിക്കും. യേശുവിന്റെ രക്തം ഒനോസിമോസിനെ തന്റെ ഭവനത്തിലേക്ക് ദൈവാത്മാവ് മടക്കി വരുത്തിയതുപോലെ ദൈവാത്മാവ് മാതാവിനോട് പറയുന്നു, ചില മടങ്ങി വരവുകൾ ദൈവാത്മാവ് ജീവിതത്തിന്റെ ആഴങ്ങളിൽ പ്രസന്റ് ചെയ്ത ദൈവാത്മാവ് മാനിക്കുന്ന ചില തലങ്ങൾ മുന്നിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ ദൈവാത്മാവ് ഓർപ്പിക്കപ്പെടുന്നത് അങ്ങനെയാ. യേശുവിന്റെ രക്തം ജയം. ഈ ദിവസങ്ങളിൽ ആ വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കണ്ണുനീരിന് അറുതി വരും, കണ്ണുനീരിന് മറുപടി നൽകുന്ന ഒരു ദൈവത്തിന്റെ മഹത്വകരമായ ഇടപെടൽ. ദിവസങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന, കണ്ണുനീരെടുക്കുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ആ ഒരു ദൈവിക സന്തോഷം ഭവനത്തിന് മേൽ പരിശുദ്ധാത്മാവ് നൽകുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഓർപ്പിക്കും. യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കും. ജൂലിയ റോസ്, യേശുവിന്റെ രക്തം സഹോദരിയോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ദൈവവചനം മുറുകെ പിടിച്ചോണം. ആ വചനത്തെ ഉയർത്തി ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയോടെയായി ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നീതിയുടെ രാജാവ് ഹന്നയുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് വേണ്ടി മറുപടികളെ പ്രസ് ചെയ്തെങ്കിൽ ദൈവാത്മാവ് കാതുകളിൽ ചില മറുപടികളെ ദൈവാത്മാവ് പ്രസ്. അതുകൊണ്ട് ആ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകട്ടെ. ദൈവിക ഇടപെടലിൽ പ്രവർത്തിപ്പാൻ കാത്തിരിക്കാൻ തയ്യാറാകട്ടെ എന്ന് പരിശുദ്ധ പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന ദൈവകൃപയാ, മറന്നു കളയല്ല. ആയിരിക്കുന്ന ദൈവകൃപയെങ്കിൽ ആ ദൈവകൃപയുടെ മുന്നിൽ ഈ ദിവസങ്ങളിൽ കാത്തിരിക്കട്ടെ. നന്മയാ കണ്ണുനീരിന് ഓരോ തുള്ളിക്കും കണക്ക് തരുന്ന ദൈവത്തിന്റെ മഹത്വം. സിസ്റ്ററെ, നീ ആയിരിക്കുന്ന ദൈവകൃപ. ദൈവാത്മാവിനോട് അങ്ങനെ തന്നെ, നീ ആയിരിക്കുന്നത്, നീ ഇരിക്കുന്ന ഇടം ദൈവദാനം, ദൈവ കൃപയ. ആ കൃപയെ നീ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ കണ്ണുനീരൊഴുക്കട്ടെ. അതിനുമേൽ ദൈവ ചലനം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയും. ലിസി ജോൺ ബൈ ഷാറസി ഹന്ദന റഷഖേരി ഗന്ധന രഹസ്യ അധോരിമനാരഗതനഗസ്യ. പ്രാർത്ഥിച്ചു മറുപടി കിട്ടാത്ത ചിലതുണ്ട്. സിസ്റ്ററെ, അധൈര്യപ്പെടണ്ട. കർത്താവിന്റെ കരങ്ങളിലേക്ക് നീ പകൽ വിട്ടുകൊടുക്കാൻ തയ്യാറായ മാത്രം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കപ്പെടുന്ന ദൈവശക്തിയും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വ്യാപരിക്കപ്പെടുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവാത്മാവിനെ വിളിച്ചു വരുത്തുമെന്നും പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കപ്പെടുക. യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കും. ഹറസി ഹന്ദന മിനി സന്നിയോ പരിശുദ്ധാത്മ മാതാവിനോട് വ്യക്തമായി ഓർപ്പിക്കപ്പെടുകയാണ്. ആരക്ഷിഖാരകം ധുനി രഹസ്യരികം ധുനി രികൾ കൗടന. 38 വർഷം 4 ദിവസം നോക്കിക്കേ. ഇനി വരില്ല, പുറത്തില്ല, ഇനി പുറത്തേക്ക് ഡെലിവറി ആവില്ല, പോയി എന്ന് ചിന്തിച്ച സ്ഥാനം ഓൺ ദ ടൈം, ചിന്തിക്കുന്ന ടൈമിൽ ഓൺ ദ ടൈം ദൈവം അതിനെ പുറത്തു കൊണ്ടു. പരിശുദ്ധാത്മ പറയുന്നു, കണ്ണുനീരിനകത്ത് തലമുറയ്ക്കകത്ത് ഭവനത്തിനകത്ത് അതിന്റെ അപ്പുറത്ത് ഭവന അന്തരീക്ഷത്തിന്റെ അകത്ത് ഒരു ദൈവിക ചലനങ്ങൾ പരിശുദ്ധാത്മാവ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ അകത്തളങ്ങളിൽ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ കാത്തിരിക്കാൻ തയ്യാറാകട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കപ്പെടുക.
നിമിജോസിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തും, യഹോവ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. യഹോവയുടെ ന്യായം വെളിപ്പെടുന്ന, യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന സങ്കീർത്തനക്കാരൻ വ്യക്തമായ ആത്മനിയോഗത്തിൽ പാടുന്ന ആ പാട്ടിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നടക്കും. ദിവസങ്ങളിൽ നിഷ്കളങ്കതയോടെ കരയട്ട്, ചിരി മാറ്റിവെച്ച് മറ്റുള്ള കാര്യത്തെ മറിയും കണ്ണുനീരോടെ കരുതുപോലെ ആഗ്രഹത്തോടെ അടുത്തേക്ക് ഓടി വരാൻ തയ്യാറാകുന്നു. സിസ്റ്ററോട് പരിശുദ്ധാത്മ പറയുന്നു, നീ എന്താണോ ഭയപ്പെട്ടിരുന്നത് അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവാത്മാവ് അത് പ്രസന്റ് ചെയ്യുന്നതായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കപ്പെടും. എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കും. ഷാലി പീറ്റർ കണ്ണൂർ ദൈവാത്മാവനോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. അവൻ ഇനിയും മരണത്തിന്റെ ആധിപത്യങ്ങൾക്ക് കെട്ടപ്പെട്ട് കിടക്കാനുള്ളവനല്ല. അതിനെ ജയിച്ച്, ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവിനെ ഉയർത്താൻ നാവിനെ അധികാരപ്പെടുത്തിയത്, സാക്ഷിയാകാൻ ഇടവരുത്തി. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് അങ്ങനെയാണ്, ദാസേ, നിന്നെ എന്റെ കുടുംബത്തെയും എന്റെ വചനം ഉയർത്താൻ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിഷേകത്തോടെ ദിവസങ്ങൾ നിൽക്കാൻ ഒരുക്കപ്പെടട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ആലോചന. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ ജനതയെ, ഈ കൂട്ടായ്മയെ നിന്റെ വചനത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരങ്ങൾ ഒരുക്കി തന്നു ആ കർത്തദാസിയോടുള്ള നന്ദിയെ ദൈവം നിങ്ങളെ